Good morning, students. Welcome to today's class. Here we are discussing about the linear effects in optical fiber. So this is the last linear effect, that is bending laws. Last laws that we want to discuss, that is bending laws. So what is bending laws? Bending laws is nothing but the laws due to the bending of optical fiber. Okay. Now, radiative losses occur whenever an optical fiber undergoes a bend of finite radius of curvature. ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ആ കേവ്, ഓക്കെ, ആ ഒരു ബെൻഡിങ്ങിന്റെ കേവ് ഞാൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അപ്പൊ ഒരു ഫൈനൈറ്റ് കേവ് ലെങ്ത് ഉണ്ടെങ്കിൽ അതൊരു കേവ്, ഒരു ബെൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ റേഡിയേറ്റീവ് ലോസ് സംഭവിക്കും. ഇവിടെ ലോസ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് റേഡിയേഷൻ. അതായത് കോറിന്നും ക്ലാഡിൽ നിന്നും നമ്മുടെ ലൈറ്റ് റേഡിയേറ്റ് ചെയ്തിട്ട് ഔട്ട് ഓഫ് ദ ഫൈബറിന് പുറത്തേക്ക് ഡ്യൂ ടു ബെൻഡിങ് കാരണം ആ ഫൈബറിന്റെ പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, so a part of information is lost due to bending. So this is called bending loss. Okay, now radiation loss takes place at the bends because ആ ബെൻഡില് റേഡിയേഷൻ ലോസ്, ഇപ്പൊ ബെൻഡ് ഒപ്റ്റിക്കൽ ഫൈബറിന് ബെൻഡ്സ് ഉണ്ടെങ്കിൽ, ബെൻഡുകൾ ഉണ്ടെങ്കിൽ, ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ടെങ്കിൽ അത് റേഡിയേഷൻ ലോസ് ആയിട്ട് റേഡിയേഷൻ ലോസ് സംഭവിച്ചിട്ട് അത് ഇൻഫർമേഷൻ ലോസ്റ്റ് ആവും എന്ന് പറയും. സോ ദിസ് ഇസ് ബിക്കോസ് അങ്ങനെ റേഡിയേഷൻ ലോസ് സംഭവിക്കാൻ കാരണം, ബെൻഡുകളിൽ റേഡിയേഷൻ ലോസ് സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദ എനർജി ഇൻ ദ ഇവാനസെന്റ് ഫീൽഡ് in the cladding exceeds the velocity of light at the bend, inhibiting the guidance mechanism. അതായത് ഇവാനസെന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവാനസെന്റ് ഫീൽഡില് നമ്മുടെ, അതായത് ക്ലാഡിങ്ങിന്റെ ഇവാനസെന്റ് ഫീൽഡില് വെലോസിറ്റി ഓഫ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാണ്ടോ അല്ലെ, കോർ ക്ലാഡിങ്ങിലൂടെ. അപ്പോൾ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് നമ്മുടെ കോറിന്റെ ഇവാനസെന്റ് ഫീൽഡിന്റെ എനർജി ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ കൂടുതൽ. അതായത് ആ ബെൻഡിങ്ങിൽ വരുന്ന എനർജി കൂടുമ്പോൾ ഈ വെലോസിറ്റി ഓഫ്, അപ്പോൾ ലൈറ്റിന്റെ വെലോസിറ്റിൻ്റെ എനർജി കൂടുമ്പോൾ ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൂടെ ഗൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്തു, ആ എനർജി എന്ത് ചെയ്യും, ഈ ഒരു ലൈറ്റിനെ പുറത്തോട്ട് തള്ളും, റേഡിയേറ്റ് ചെയ്ത് പുറത്തോട്ട് തള്ളും. ഇനി വാട്ട് ഇസ് ഇവാനസെന്റ് ഫീൽഡ്? ദ പാർട്ട് ഓഫ് ലൈറ്റ് വേവ് ഇൻ ദ ക്ലാഡിംഗ് that decays exponentially as a function of distance from the core is known as evanescent region. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോറിന്ന് ക്ലാഡിങ്ങിലോട്ട് നമ്മുടെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിന്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും തോറും നമ്മുടെ എന്ത് ചെയ്യും, ഡീക്കേ ചെയ്ത് പോകും. അതായത് ഇപ്പൊ നമ്മൾ കോറിനടുത്തുള്ളിട്ടാണ് നമ്മൾ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് എത്തും. പക്ഷെ ഇത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും തോറും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും തോറും, അതായത് നമ്മൾ ക്ലാഡിങ്ങിലോട്ട് നമ്മള് ലൈറ്റ് പോകും തോറും നമ്മുടെ ലൈറ്റ് ഈ ഫൈബറിന് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ലൈറ്റ് എപ്പോഴും ഈ കോർ ക്ലാഡിങ്ങില് അടുത്തായിട്ട് വേണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പുറത്തു പോകും. അപ്പൊ ഇവാനസെന്റ് റീജിയൻ എന്ന് പറയുമ്പോൾ ഈ കോറിന്ന് വളരെ ദൂരമുള്ള റീജിയൻ ആണ് ഇവാനസെന്റ് റീജിയൻ. അപ്പോൾ ഇവാനസെന്റ് റീജിയനില് ആ ഒരു റീജിയനിൽ, അതായത് ബെൻഡിങ് അവിടെ വരെ, അപ്പൊ ആ റീജിയനിൽ ക്ലാഡിങ്ങിൽ എന്താ സംഭവിക്കുക, അവിടെ എനർജി കൂടുതലായിരിക്കും ദാൻ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ വെലോസിറ്റിന്റെ എനർജി കൂടുതലാവും. സോ ദിസ് എനർജി വിൽ പുൾ ഔട്ട് ദിസ് ലൈറ്റ് റേസ് ഔട്ട് ഓഫ് ദ ഫൈബർ. സോ റേഡിയേഷൻ ലോസ് ഒക്കേഴ്സ്. ഈ എനർജി കാരണം ഈ ലൈറ്റിനെ നമ്മൾ ഫൈബറിന് പുറത്തോട്ട് റേഡിയേഷൻ രീതിയിൽ പോകും. സോ ഇവാനസെന്റ് റീജിയൻ ആകുമ്പോൾ കോറിന്ന് ഔട്ട്വേർഡ് ആയിട്ടുള്ള റീജിയൻ, കോറിന്ന് വളരെ ദൂരമായി കിടക്കുന്ന റീജിയൻ ആണ് ഇവാനസെന്റ് റീജിയൻ. സിൻസ് ദിസ് ഫീൽഡ് ടെയിൽ മൂവ് അലോങ് വിത്ത് ദ ഫീൽഡ് ഇൻ ദ കോർ, പാർട്ട് ഓഫ് എനർജി ഓഫ് എ പ്രൊപ്പഗേറ്റിംഗ് മോഡ് ട്രാവൽസ് ഇൻ ദ ഫൈബർ ക്ലാഡിംഗ്. കോറിലൂടെ നമ്മൾ പോകുമ്പോൾ, കോറിലൂടെയാണ് നമ്മൾ ലൈറ്റ് റേസ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഒരു പാർട്ട് ഓഫ് ലൈറ്റ് റേസ് കോറിന്ന് നമുക്ക് ക്ലാഡിങ്ങിലൂടെ പോവാം. അങ്ങനെ ക്ലാഡിങ്ങിലോട്ട് എസ്കേപ്പ് ചെയ്തിട്ട്, പിന്നെ ക്ലാഡിങ്ങിൽ ബെൻഡ് ഉണ്ടെങ്കിൽ ക്ലാഡിങ്ങിന്നും പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്യുക ചെയ്യുന്നു. കോറിൽ ബെൻഡ് വരുമ്പോൾ കോറിന്ന് വേവ്സ് എസ്കേപ്പ് ചെയ്യും. എന്നിട്ട് ക്ലാഡിങ്ങിലൂടെ മൂവ് ചെയ്യുമ്പോൾ ക്ലാഡിങ്ങിന്നും വേവ്സ് എസ്കേപ്പ് ചെയ്ത് പുറത്തു പോവുക ചെയ്യും. At the fiber bend,
the field tail on the far side of the center of curvature has to move faster to keep up with the field in the core. Okay, നമ്മൾ കോറിലുള്ള ഫീൽഡും അതുപോലെ തന്നെ ആ ബെൻഡിങ്ങിലുള്ള ഫീൽഡും കമ്പയർ ചെയ്യുമ്പോൾ ബെൻഡിങ്ങിലുള്ള ഫീൽഡാണ് കൂടുതൽ, അല്ലെങ്കിൽ എനർജി ഓഫ് ദ ബെൻഡിങ് ഈസ് ഗ്രേറ്റർ. അപ്പോൾ അത് നമ്മൾ പോപ്പപ്പ് ചെയ്ത് പോകാൻ, അപ്പോൾ കോറിലുള്ള ഫീൽഡിങ്ങിലേറെ കൂടുതൽ പുറത്തുള്ള ഫീൽഡിങ് ആകുമ്പോൾ അങ്ങോട്ട് ആ ബെൻഡിങ്ങിലുള്ള ഫീൽഡ് ആകുമ്പോൾ ആ ബെൻഡിങ്ങിലോട്ട് പോവാനുള്ള ടെൻഡൻസി കൂടും. സോ കോറിലുള്ള ഫീൽഡിങ്ങിലേറെ എനർജി ബെൻഡിങ്ങിലാവുമ്പോൾ ഈ ഒരു ലൈറ്റ് ആ ബെൻഡിങ്ങിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ടു റിമൂവ് ദാറ്റ് we have to increase the velocity of this light wave. ഈ ലൈറ്റ് വേവിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ആ ഒരു ഹൈ എനർജി പാർട്ടിലോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, സോ ഹാസ് ടു മൂവ് ഫാസ്റ്റർ ടു കീപ്പ് അപ്പ് വിത്ത് ദ ഫീൽഡ് ഇൻ ദ കോറിന്റെ ഫീൽഡിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആ കോറിൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് റേസ് കോറിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ലൈറ്റ് റേസിന്റെ സ്പീഡ് കൂട്ടണം. ഓക്കെ, കോറ് ക്ലാഡിങ്ങിലോട്ട് പോവാതെ ക്ലാഡിങ്ങിന് റേഡിയേറ്റ് ചെയ്ത് പോവാണ്ടിരിക്കാൻ കോറിൽ ലൈറ്റ് റേസ് എന്താണ് കോറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഫീൽഡ് കോറിലുള്ള ഫീൽഡിലേറെ കൂടുതലാവും ബെൻഡിങ്ങിലുള്ള ഫീൽഡ്. ഓക്കെ, സോ ഈ ബെൻഡിങ് കോറിലും ബെൻഡിങ് വരും. ഓക്കെ, ബെൻഡിങ് ഇസ് ലൈക്ക് ദാറ്റ്. കോറിലും ബെൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലാഡിങ്ങിലും ബെൻഡിങ് ഉണ്ടാവും. അപ്പോൾ കോറിന്റെയും ക്ലാഡിന്റെയും ബെൻഡിങ്ങിലൂടെ പുറത്ത് റേഡിയേറ്റ് ചെയ്ത് പോവാതിരിക്കാനും വേണ്ടി, റേഡിയേറ്റ് ചെയ്യാൻ പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇവാൻസൺ റീജിയൻ അല്ലെങ്കിൽ ഈ അറ്റത്തുള്ള റീജിയനിൽ എന്തായിരിക്കും എനർജി കൂടുതലാവും ആസ് കമ്പയർഡ് ടു കോർ. കോറിന്ന് പുറത്ത് പോകും തോറും, കോറിന്ന് റേഡിയലി ഔട്ട്വേർഡ് പോകും തോറും എനർജി കൂടും. ബെൻഡിങ് ഉണ്ടെങ്കിൽ, ബെൻഡിങ്ങിന്റെ കേസിൽ എനർജി കൂടും. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ ലൈറ്റ് റേസ് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് കൂടും. സോ ആ ഒരു ചാൻസ് റിമൂവ് ചെയ്യാനും വേണ്ടി നമുക്ക് ലൈറ്റ് റേസ് ആ കോറിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് റേസിന്റെ velocity increase ചെയ്യണം. Okay, at the critical distance xc from the center of the fiber, the field tail would have to move faster than the speed of light to keep up with the core field. Core field തന്നെ നിൽക്കാൻ വേണ്ടി നമ്മുടെ ലൈറ്റിന്റെ സ്പീഡിലേറെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ടെയിൽ ഭാഗം സ്പീഡിൽ പോവേണ്ടി വരും. ആ ഒരു അതായത് ഫൈബർ അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്. ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഫൈബർ, ദ ഫീൽഡ് ടെയിൽ വുഡ് ഹാവ് ടു മൂവ് ഫാസ്റ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ടു കീപ്പ് അപ്പ് വിത്ത് ദ കോർ ഫീൽഡ്. കോർ ഫീൽഡ് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് ദ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ദിസ് ഈസ് കോർ, ഇതാണ് ആ ബെൻഡിങ്. ഓക്കെ, ആ ബെൻഡിങ്ങിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ബെൻഡിങ് ഫൈബർ നേരെയുള്ള ഫൈബറിൽ വരുന്ന ബെൻഡിങ് ആണിത്. ഓക്കെ, സോ ദിസ് ഇസ് കോർ ആൻഡ് ദിസ് ഇസ് ക്ലാഡിങ്. സോ കോറിന്റെ ആ ബെൻഡിങ്ങിൽ വരുമ്പോൾ കോറിന്റെ ആക്സിസ് ഇങ്ങനെയായി മാറും അല്ലെ. ആക്സിസ് ഇതാണ് കേർഡ് ഫൈബർ, അതായത് ആ ബെൻഡിങ് വരുന്ന പൊസിഷൻ മാത്രം എൻലാർജ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, നൗ ദിസ് ഇസ് എക്സി. ഈ ഒരു ലെങ്ത് ആണ് എക്സി. അതായത് കോറിന്ന് നമ്മുടെ ഫീൽഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് കോറിന്ന് ഈ കോറിന്ന് നമ്മുടെ റേഡിയേറ്റ് ചെയ്ത് പോവാതിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഇത് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്. ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്ത് പോവാതെ നമ്മുടെ കോറിൽ തന്നെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടി ഉള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് ഇത് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ലൈറ്റിലേറെ കൂടുതൽ ഫാസ്റ്റില് ഈ ലൈറ്റ് റേസ് പാസ് ചെയ്യും. ഓവർകം ദ ബെൻഡിനൊക്കെ ഓവർകം ചെയ്ത് ഇവിടെ ആകുമ്പോൾ ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകും. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസിന് പുറത്താണെങ്കിൽ എന്ത് ചെയ്യും, ലൈറ്റ് റേസ് പാസ് ചെയ്യില്ല. പവർ ലോസ്റ്റ് ത്രൂ റേഡിയേഷൻ, ഇതാണ് ആ ഒരു ടേം. ഈ ഒരു പൊസിഷനിൽ എത്തിയാൽ, അതായത് ക്ലാഡിങ്ങില് കോറും കഴിഞ്ഞ് ക്ലാഡിങ്ങും കഴിഞ്ഞ് ആ ബെൻഡിങ്ങിന്റെ അടുത്ത് എത്തുമ്പോൾ ഈ ഒരു പൊസിഷൻ ആണ് എന്ത് പറയുന്നത്, പവർ ലോസ് ഡ്യൂ ടു റേഡിയേഷൻ. അതായത് റേഡിയേഷൻ സംഭവിക്കുന്ന ഒരു പോർഷൻ ആണിത്. ഓക്കെ, അപ്പൊ ഈ റേഡിയേഷന്റെ തൊട്ട് മുമ്പ് മുതൽ കോർ റേഡിയസ് വരെയുള്ള ഈ ഒരു പോർഷൻ ആണ് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്. ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ അകത്ത് നമ്മുടെ റേസ് എന്താവില്ല, ലോസ് ആയി പോവില്ല, റേഡിയേറ്റ് ചെയ്ത് പോവില്ല. ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ പുറത്ത്, അതായത് ഗ്രേറ്റർ ദാൻ ദാറ്റ് ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ്, നമ്മുടെ ലൈറ്റ് റേസ് എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ദിസ് ഇസ് നോട്ട് പോസിബിൾ ദ ഒപ്റ്റിക്കൽ എനർജി ഇൻ ദ ഫീൽഡ് ടെയിൽ ബിയോണ്ട് എക്സി റേഡിയസ് അവേ. എക്സിന്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ ലൈറ്റ് റേസ് റേഡിയേറ്റ് ചെയ്ത് പോകും. ഓക്കെ,
Now, depending on the rate, this is bending. Bending in the case ഇതാണ്. ഓക്കെ, ബെൻഡിങ്ങിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ബെൻഡിങ് നമ്മുടെ ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ക്രിട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ അത് എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്ത് പോകും. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേഡിയസ് ഓഫ് ബെൻഡ്, ബെൻഡിന്റെ റേഡിയസ് അനുസരിച്ച് വി ഹാവ് 2 types of losses, that is micro bending loss and macro bending loss. Okay, micro bends and macro bends. Then first we have discussing about micro bending losses. If the radius of curvature is a few micrometer, the bend is called micro bend. Micrometer range ഉള്ള ബെൻഡസ് ആണ്, ചെറിയ ബെൻഡ്സ് ആണെങ്കിൽ അതിനെന്താ പറയുക, മൈക്രോ ബെൻഡിങ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് റിപ്പിറ്റേറ്റീവ് സ്മോൾ സ്കെയിൽ ഫ്ലക്ച്വേഷൻ ക്യാൻ ബി ഡ്യൂ ടു. അപ്പോൾ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരും. അതായത് നമ്മൾ കോറിലും ക്ലാഡിങ്ങിലും ഈ മൈക്രോ ബെൻഡ് പറയുമ്പോൾ ചെറിയ ബെൻഡുകളാവും. അതായത് മൈക്രോമീറ്റർ റേഞ്ച് ആവും അതിന്റെ എന്ത് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ റേഞ്ച് മൈക്രോമീറ്റർ റേഞ്ചിലാണ് വരിക. മാത്രമല്ല ഇവര് എന്ത് ചെയ്യും, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഫ്ലക്ച്വേഷൻസ് ഫോം ചെയ്യും. ഈ സ്മോൾ ഫ്ലക്ച്വേഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് വരും. അതായത് മൈക്രോ ബെൻസ് റിപ്പീറ്റ് ചെയ്ത് സ്മോൾ മൈക്രോ ബെൻസ് ഉണ്ടാവും. പക്ഷെ അതിന്റെ കർവേച്ചർ വെരി ഫ്യൂ ആവും. അത് ഉണ്ടാവാൻ കാരണം 3 റീസൺ ആണ്. ഫസ്റ്റ്, നോൺ യൂണിഫോർമിറ്റീസ് ഇൻ ദ മാനുഫാക്ചറിംഗിലുള്ള ഡിഫക്ട്സ് കൊണ്ട് വരുന്നതാണ്. Then next, non-uniform mechanical tensile forces by which the fiber prone against a rough surface. അപ്പോൾ ഈ ഫൈബർ റഫ് സർഫസിലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ടെൻസൈൽ, അതായത് ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ, അതായത് യൂണിഫോം അല്ലാത്ത ഫോഴ്സുകൾ എക്സേർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഒരു ഫൈബറിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ മെക്കാനിക്കലി, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏരിയയിൽ ആ ഫൈബറിന് മെക്കാനിക്കലായിട്ട് കുറച്ച് സ്ട്രെങ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സസ് അപ്ലൈ ചെയ്യുമ്പോൾ ചില റഫ് സ്പേസിലോ എവിടെയെങ്കിലും ഒക്കെ വരുമ്പോൾ ചെറുതായിട്ട് ബെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ തേർഡ്, നോൺ യൂണിഫോം ലാറ്ററൽ പ്രഷർ ക്രിയേറ്റഡ് ഡ്യൂറിങ് കാബ്ലിംഗ് ഓഫ് ഫൈബർ കാബ്ലിംഗ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറിലുള്ള ചേഞ്ചസ്. ഓക്കെ, ലോസസ് ഡ്യൂ ടു ദിസ് ആർ ഓൾസോ കാബ്ലിംഗ് ലോസ് ഓർ പാക്കേജിംഗ് ലോസ്. ഈ ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, 2 കാബ്ലിംഗ് ലോസ് എന്ന് പറയാം. കേബിളിൽ വരുന്ന ലോസസ് അല്ലെങ്കിൽ പാക്കേജിംഗ് ലോസ്. പാക്കേജിൽ വരുന്ന ലോസ് അതായത് മാനുഫാക്ചറിന്റെ സമയത്ത് ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കപ്ലിംഗ്, കാബ്ലിംഗ് ചെയ്യുമ്പോൾ 2 ഫൈബേഴ്സ് നമ്മൾ കാബിൾ ചെയ്യുമ്പോൾ ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റഫ് സർഫസിലൊക്കെ മെക്കാനിക്കൽ ഫോഴ്സസ് നോൺ യൂണിഫോം ആയി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ കാബ്ലിംഗ് ലോസ് അല്ലെങ്കിൽ പാക്കേജിംഗ് ലോസ് എന്ന് പറയാം, ഇത് മൈക്രോ ബെൻസിനെ. പിന്നെ കോസ് റിപ്പീറ്റീവ് കപ്ലിംഗ് എനർജി ബിറ്റ്വീൻ ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ് മോഡ്സ് കോസിംഗ് ലൈറ്റ് ടു എസ്കേപ്പ് ഔട്ട്സൈഡ് ദ ഫൈബർ. അതായത് റിപ്പീറ്റീവ് ആയിട്ടുള്ള നമ്മൾ കപ്ലിംഗ് ഒക്കെ ചെയ്താൽ, കപ്ലിംഗ് ചെയ്യുമ്പോൾ അതായത് 2 ഫൈബേഴ്സ് നമ്മൾ കപ്പിൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെൻഡ് വരും. അങ്ങനെ കപ്ലിംഗ് സമയത്ത് ലൈറ്റ് ബെൻഡ് വരും. അപ്പൊ ലൈറ്റ് കുറച്ച് ലൈറ്റ് വേവ്സ് റേഡിയേറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻ റേഡിയേറ്റ്. Now, these microbends can be minimized by 2 techniques, that is extruding a compressible jacket over fiber. ഈ ഫൈബറിന്റെ മുകളിൽ ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് പ്രൊട്ടക്ഷന് വേണ്ടി അതൊരു കംപ്രസിബിൾ ജാക്കറ്റ് ആണെങ്കിൽ മൈക്രോബെൻസ് വരുന്നത് റിമൂവ് ചെയ്യും. ഓക്കെ, സോ റിമൂവ് കംപ്രസിബിൾ ജാക്കറ്റ് ഓവർ ഫൈബർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് method to minimize this microbend is use in single mode fiber. Choose V number near cutoff. നമുക്കറിയാം V number V less than or equal to 2.405 ആണ് സിംഗിൾ മോഡ്, V greater than 2.405 ആണ് മൾട്ടിപ്പിൾ. ഓക്കെ, സിംഗിൾ മോഡ് ഫൈബറിലാണെങ്കിൽ നിയർ ടു 2.405 വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ മൈക്രോബെൻസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൈക്രോബെൻസ് വരുന്നത് ദിസ് ഇസ് ദ കോർ ആൻഡ് ദിസ് ഇസ് ദ ക്ലാഡിംഗ്. ഉണ്ടോ, ഈ കോറിലും ഉണ്ട് ബെൻസ്, അതുപോലെ തന്നെ ക്ലാഡിംഗിലും ബെൻസ് വരുന്നുണ്ട്. സോ ലൈറ്റ് റേസ് സ്റ്റാർട്ടിംഗ് ഫ്രം കോർ ഡ്യൂ ടു ബെൻഡിങ്, ദാറ്റ് ഇസ് മൈക്രോ ബെൻസ്, ഇത് കോറിന്ന് ക്ലാഡിംഗിലോട്ട് മൂവ് ചെയ്തു. ക്ലാഡിംഗിലുള്ള ബെൻഡ് കൊണ്ട് അതുപോലെ തന്നെ ക്ലാഡിംഗിന്ന് പുറത്ത് റേഡിയേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഹയർ ഓർഡർ മോഡ്സിൽ വരുന്ന പവർ ലോസ്. ഇനി അതല്ല, പവർ കപ്ലിംഗ് ചെയ്യുമ്പോൾ, ഓക്കെ, പവർ ലോസ് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലൈറ്റ് വേവ്സിന് മോർ പവർ കപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് വേവ്സിനെ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫിഗറാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, മൈക്രോബെൻസ് ഉണ്ടെങ്കിലും കപ്ലിംഗ്, പവർ കപ്ലിംഗ് വഴി
നമ്മുടെ ലൈറ്റ് റേസ് കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, മൈക്രോ ബെൻഡിങ് ലോസ് ഇൻ മൾട്ടിമോഡ് ഫൈബർ. മൾട്ടിമോഡ് ഫൈബറിൽ മൈക്രോ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ആണത്. ദാറ്റ് ഇസ് ലോസ് ഇൻ മൾട്ടിമോഡ് due to microbend, that is nh square a raised to 4 by b raised to 6 delta cube into e by ef the all raised to 3 by 2. This is the equation for multimode microbend loss. Okay, now here capital N is equal to number of humps. അതായത് ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ മൈക്രോ ബെൻഡുകളാവും, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്തിരിക്കും ഈ ബെൻസ്. അപ്പൊ എത്ര ഹമ്പുകൾ ഉണ്ട്, എത്ര ബെൻഡുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻ, ക്യാപിറ്റൽ എൻ. എച്ച് ഹൈറ്റ് ഓഫ് ദ ഹംപ് പെർ യൂണിറ്റ് ലെങ്ത്, ഓരോ യൂണിറ്റ് ലെങ്ത്തിലും ഹൈറ്റ് ഓഫ് ഹംപ് എത്ര വരുന്നതാണ്. എ എന്ന് പറയുമ്പോൾ കോർ റേഡിയസ്, ബി എന്ന് പറയുമ്പോൾ ഫൈബർ ഡയമീറ്റർ, അതായത് റേഡിയസ് പ്ലസ് ക്ലാരിറ്റി, ഫൈബറിന്റെ മൊത്തം ഡയമീറ്റർ ആണ് ബി. നെക്സ്റ്റ് ഡെൽറ്റ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് ആണ് ഡെൽറ്റ വാല്യൂ. ഓക്കെ, ദാറ്റ് ഇസ് n1 minus n2 by n1. Then E is equal to elastic modulus of surrounding medium. Then E by EF ഉണ്ട്. E എന്ന് പറയുമ്പോൾ സറൗണ്ടിങ് മീഡിയത്തിന്റെ ഇലാസ്റ്റിക് മോഡുലസ്, EF പറയുമ്പോൾ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഫൈബറിന്റെ ഇലാസ്റ്റിക് മോഡുലസ്. ഓക്കെ, സോ ഇലാസ്റ്റിക് മോഡുലസ് പറഞ്ഞാൽ അറിയാം നമുക്ക് ബെൻഡിങ്ങിൽ എത്ര ലോസ് വരും എന്നൊക്കെ അറിയണമെങ്കിൽ അതിന്റെ ഇലാസ്റ്റിസിറ്റി അറിയണം. ഓക്കെ, അപ്പൊ സറൗണ്ടിങ് മീഡിയം, അതായത് ജാക്കറ്റിന്റെ ഇലാസ്റ്റിക് മോഡുലസും, സറൗണ്ടിങ് മീഡിയം പറഞ്ഞാൽ കോറ് ക്ലാഡിങ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ജാക്കറ്റ് ആണ്. അപ്പൊ ജാക്കറ്റിന്റെ ഇലാസ്റ്റിക് മോഡുലസ് ആണ് ഈ എഫ് പറയുമ്പോൾ ഫൈബറിന്റെ ഇലാസ്റ്റിക് മോഡുലസ്. ഓക്കെ, ഇനി മൈക്രോബെൻഡിങ് ലോസ് ഇൻ സിംഗിൾ മോഡ് ഫൈബർ. സിംഗിൾ മോഡ് ഫൈബറിലാണെങ്കിൽ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ലോസ് ഇൻ മൈക്രോബെൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0.05 ആൽഫ എം k raised to 4 fd raised to 6 numerical aperture raised to 4 by a square. That is alpha m എന്ന് പറഞ്ഞാൽ attenuation constant ആണ്. Okay, then k പറയുമ്പോൾ wave factor, this k is wave factor, that is 2 pi by lambda. a എന്ന് പറഞ്ഞാൽ core radius, then fd എന്ന് പറയുമ്പോൾ half of mode field diameter, field diameter half ആണ് fd. Okay, that's all about microbend. Now we have macro bending losses. What is macro bending losses? Occurs when the radius of curvature is larger than the fiber diameter. Fiber diameter is b. Fiber diameter നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് മാക്രോ ബെൻഡിങ് വരുന്നത്. ഓക്കെ, ആൾസോ കാൾഡ് ലാർജ് കർവേച്ചർ റേഡിയേഷൻ ലോസ്. ലാർജ് കർവേച്ചർ റേഡിയേഷൻ ലോസ്, അതായത് നമ്മുടെ ഈ ബെൻഡിന്റെ ലെങ്ത് വെച്ചത് മൈക്രോമീറ്റർ റേഞ്ച് ആയിരുന്നു, പക്ഷെ ഇവിടെ ബെൻഡിങ് ലാർജ് ബെൻഡിങ് ആണ് വരിക. സോ ഇതിനെ ലാർജ് കർവേച്ചർ റേഡിയേഷൻ ലോസ് എന്ന് പറയും. കർവേച്ചറിൽ വരുന്ന ഇൻക്രീസ് കൊണ്ട് ഉണ്ടാവുന്ന റേഡിയേഷൻ ലോസ്. സോ ലാർജ് കർവേച്ചർ റേഡിയേഷൻ ലോസ് എന്ന് പറയും. ഓർ ദിസ് ഇസ് മാക്രോ ബെൻഡിങ്. Now the fiber bend radius at which the loss is maximum is called critical radius. Fiber bend radius, the fiber bend radius at which the loss is maximum is called critical radius. ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറഞ്ഞാല് ലോസ് മാക്സിമം ലോസ് വരുന്ന ഫൈബറിന്റെ റേഡിയസ് ആണത് ക്രിട്ടിക്കൽ റേഡിയസ്. സോ ക്രിട്ടിക്കൽ റേഡിയസ് ഇസ് ദ റേഡിയസ് ഓഫ് ഫൈബർ റിസൾട്ട്സ് ഇൻ മാക്സിമം ലോസ്. മാക്സിമം ലോസ് കൊണ്ട് വരുന്ന റേഡിയസ്, this is maximum is called critical radius. Now loss due to macrobend. Macrobend in the loss നമുക്ക് represent ചെയ്യാം. That is 10 log alpha raised to infinity plus 2 by 2 alpha a by r delta. That is alpha raised to infinity വരാൻ കാരണം ആൽഫന്റെ അത്രയും അതിന്റെ ഹയർ വാല്യൂ എന്ന് പറയും. ഓക്കെ, മാക്രോബെൻഡിലെ ഹയർ വാല്യൂ. സോ ആൽഫ ഈസ് പ്രൊഫൈൽ പാരാമീറ്റർ. പ്രൊഫൈൽ പാരാമീറ്റർ നമ്മൾ ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then A is core radius, then R is bend radius, and bend radius is the radius of the bend which have maximum loss. Okay, delta na relative refractive index difference. Okay, then this critical radius കാണാനുള്ള equation ആണ് single mode fiberലും multimode fiber. Critical radius in multimode fiber is 3n1 square lambda by 4 by n1 square minus n2 square raised to 3 by 2. Okay, multimode ആണെങ്കിൽ n1 ഉം n2 ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സിംഗിൾ മോഡ് ഫൈബറിലാണെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് ഇസ് 20 ലാംഡ ബൈ n1 മൈനസ് n2 ഓർ റേസ്ഡ് ടു 3 by 2, 2.748 minus 0.996 lambda by lambda c or raised to minus 3. So ഈ ഇക്വേഷൻസ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ സിലബസ് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ലോസ് മാക്രോബെൻഡ് ലോസിന്റെ ഇക്വേഷൻ എന്ന് പഠിച്ചാൽ മതി. വേറെ ഒന്നും ഈ ക്രിട്ടിക്കൽ റേഡിയസിന്റെ ഇക്വേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ക്രിട്ടിക്കൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി, ഓക്കെ, ദാറ്റ് ഈസ് വി.
വി പറഞ്ഞാൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വി നമ്പർ. അപ്പൊ ക്രിട്ടിക്കൽ വി സി എന്ന് പറഞ്ഞാല് നോർമലൈസ്ഡ് ഫ്രീക്വൻസി നമുക്ക് പറഞ്ഞിട്ട് ക്രിട്ടിക്കൽ വാല്യൂ ആവണം. അപ്പൊ ബെൻഡിങ് ഒക്കെ റിമൂവ് ചെയ്യില്ലേ, മൈക്രോ ബെൻഡിലാണെങ്കിൽ 2.405 അടുത്ത് വരണം. അപ്പൊ ക്രിട്ടിക്കൽ വി സി is equal to 2π by lambda c ആകുമ്പോൾ ക്രിട്ടിക്കൽ വേവ് ലെങ്ത് ഇൻറ്റു എ ഇൻറ്റു n1 ഇൻറ്റു 2 ഡെൽറ്റ ഓൾവേസ് 1/2. ഓക്കെ, this is an important question. That is Vc is equal to 2π by lambda c, V equal to 2π by lambda എന്ന് പറയും. Vc is equal to 2π lambda c into a n1 2 delta r raised to 1/2. Then critical wavelength പറഞ്ഞാൽ എന്താ? Critical wavelength പറഞ്ഞാൽ this is the wavelength of light that passes through the fiber. ഫൈബറിലൂടെ പാസ് ചെയ്യാനുള്ള ലൈറ്റിന്റെ മിനിമം വേവ് ലെങ്ത് ആണ് ക്രിട്ടിക്കൽ വേവ് ലെങ്ത്. ഓക്കെ, ഒരു ലൈറ്റ് റേ ഒരു ഫൈബറിന്റെ കോറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മിനിമം വേവ് ലെങ്ത് ആണ് ക്രിട്ടിക്കൽ വേവ് ലെങ്ത്. ഈ ക്രിട്ടിക്കൽ വേവ് ലെങ്ത് ക്രിട്ടിക്കൽ നോർമലൈസ്ഡ് ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ ആണ് ലാംഡ സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ വി സി. ഓക്കെ, then ഇതേ നമുക്ക് ലാംഡ സി എന്ത് കൊടുക്കാം? വി ലാംഡ ബൈ വി സി ദാറ്റ് ഇസ് ഈക്വൽ ടു വി ലാംഡ ബൈ ക്രിട്ടിക്കൽ വി നമ്പർ എന്തായിരിക്കും? 2.405 ആയിരിക്കും അല്ലെ? ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ മാക്സിമം അത് വരണം. ഓക്കെ, ക്രിട്ടിക്കൽ വി നമ്പർ ഇസ് 2.405. സിംഗിൾ മോഡ് ഫൈബറിന്റെ കേസിലാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള, അതായത് മാക്രോ ബെൻഡിങ് റെഡ്യൂസ് ചെയ്യാനുള്ള ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 2 ടെക്നിക്. ദാറ്റ് ഈസ് ഡിസൈഡിങ് ഫൈബർ വിത്ത് ലാർജ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസസ്. അതായത് ക്രിട്ടിക്കൽ ലോസ് കുറക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നോക്കിയാൽ മതി. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ഇത് കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടേം ലാർജ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് എടുക്കണം. ഓക്കെ, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻസ് വാല്യൂ ഹയർ ആക്കി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് അറ്റ് ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് പോസിബിൾ, ഏറ്റവും ഷോർട്ട്, അതായത് ക്രിട്ടിക്കൽ വേവ് ലെങ്ത്തിലാണെങ്കിൽ അത്ര. ക്രിട്ടിക്കൽ വേവ് ലെങ്ത് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഏറ്റവും മിനിമം വേവ് ലെങ്ത് ആണ്. പിന്നെ അതിനപ്പുറത്തൊക്കെ വേവ് ലെങ്ത് ആണ്, പക്ഷേ ഏറ്റവും മിനിമം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, these are the by using these two techniques we can produce macro bend. Okay, so we are completed linear effects in fiber, that is attenuation, bending, scattering. Okay, that's a linear absorption, attenuation, absorption, scattering and bending loss. That's all about linear effects of fiber. And we can, that's all about today's class. Now we can discuss a new topic in the next class. Okay, until then, bye.